Hi all, welcome to the class. Today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing module 1 and this is the third part of my presentation. In previous presentation we have already started the topic powder metallurgy and today we are continuing the same topic. So first of all we must know what is powder metallurgy, and we have already defined what is that, and it is an art of science to produce metal or metallic powders and using that powder making a finished or semi-finished product. This is known as powder metallurgy. ഇത് നമ്മൾ വളരെ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്കാണ്. പല പല പൊടികൾ ചേർത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്, നിങ്ങൾക്കറിയാം സിമെൻറ്റും ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റും സിമെൻറ്റ് കട്ടകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ടെക്നോളജിയൊക്കെ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മെറ്റലിൽ ഉപയോഗിക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഇൻക്രീസ്ഡ് യൂസ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു മോഡേൺ ടെക്നോളജിയാണ്. അന്നേരം ഒരു പൗഡർ മെറ്റലർജീൻ്റെ പ്രോസസ്സാണ് ഈ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം പൗഡർ പ്രൊഡക്ഷൻ, ബ്ലെൻഡിങ് ഓർ മിക്സിങ്, പൗഡർ കോമ്പാക്ഷൻ, സിൻറ്ററിങ്, ഫിനിഷിംഗ് ഓപ്പറേഷൻ. ഇത്രയും പ്രോസസ്സ് ചേർന്നതാണ് പൗഡർ മെറ്റലർജി. അതിൻ്റെ ഒരു ഡയഗ്രാം കൂടി നിങ്ങൾക്ക് രണ്ട് സൈഡിൽ കാണാം, റൈറ്റ് സൈഡിൽ. അതിനകത്ത് ആദ്യം നമുക്ക് മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കണം. മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കാൻ കെമിക്കൽ മെത്തേഡ്സോ മെക്കാനിക്കൽ മെത്തേഡ്സോ അല്ലെങ്കിൽ ഇലക്ട്രോളിസ് ഡിപ്പോസിഷനോ അല്ലെങ്കിൽ ഓട്ടോമൈസേഷനോ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പൗഡേഴ്സ് ഉണ്ടാക്കണം. പൗഡേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അഡിറ്റീവ്സ് അഥവാ ജോയിൻ ചെയ്യാനുള്ള എലമെൻറ്റ്സ് ചേർത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ അകത്തൊരു ഒരു കറക്റ്റ് കൗണ്ടിൽ മിക്സ് ആവും. മിക്സിങ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അത് മിക്സിങ് ആൻഡ് ബ്ലെൻഡിങ് ഉണ്ട്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ വേറെ വേറെ സൈസുള്ള പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്നതിനാണ് ബ്ലെൻഡിങ് എന്ന് പറയുക. അതേസമയം ഡിഫറെൻറ്റ് മെറ്റൽസ് മിക്സ് ചെയ്യുന്നതിനാണ് പൊതുവെ നമ്മൾ മിക്സിങ് എന്ന ടേം ഉപയോഗിക്കുക. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. സെയിം മെറ്റലാണെങ്കിൽ ബ്ലെൻഡിങ്, ഡിഫറെൻറ്റ് മെറ്റലാണെങ്കിൽ മിക്സിങ്. പിന്നെ അതിന് ശേഷം ഇതിനെ ഒന്ന് പ്രഷറൈസ് ചെയ്ത് ഒരു സ്ട്രോങ് ഷേപ്പിലേക്കാക്കി എടുക്കുന്ന മെത്തേഡിനാണ് കോമ്പാക്റ്റിംഗ് എന്ന് പറയുക. കോമ്പാക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫിനിഷ്ഡ് ഗുഡിൻ്റെ അതേ ഷേപ്പിലേക്ക് കിട്ടും. പിന്നെ അതിനകത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിൻറ്ററിങ് എന്ന് പറയാം. അതിനുശേഷം സെക്കൻഡറി ഓപ്പറേഷൻസ് ആണ്, അഥവാ ഫിനിഷിംഗ് ഓപ്പറേഷൻസ് ആണ്. സർഫസ് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് എടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. റോ പൗഡർ ആദ്യം ഫോംഡ് പ്രൊഡക്റ്റായി, അതിനുശേഷം സിൻറ്റേർഡ് പ്രൊഡക്റ്റായി. അപ്പോൾ നമ്മളുടെ ഈ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജസാണ് കാണിക്കുന്നത്. ആദ്യം പൗഡർ ആണെങ്കിൽ പൗഡർ ഫാബ്രിക്കേഷൻ, സൈസ് ആൻഡ് ഷേപ്പ് ക്യാരക്ടറൈസേഷൻ, മൈക്രോ സ്ട്രക്ചർ, കെമിക്കൽ ഹോമോജിനിറ്റി ആൻഡ് പാർട്ടിക്കിൾ സൈസ്. ഇത്രയാണ് ഇതിനകത്ത് ശരിക്കും വരുന്നത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗഡർ സ്റ്റേജിലുള്ളതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സിങ്ങും കൂടി ഇവിടെ തന്നെ വരും. ആ മിക്സിങ് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രോസസ്സിങ്ങിൽ വരുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത സാധനത്തിന് കോമ്പാക്ഷനാണ് ആദ്യം ചെയ്യുന്നത്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ചെയ്യാം. ഈ പൗഡേഴ്സിനെല്ലാം തന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഡൈൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രഷർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൻ്റെ ഒരു റഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അതിനകത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, കൂളിംഗ് ഓർ ഹീറ്റിംഗ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് സിൻറ്ററിങ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഹോട്ട് പ്രസ്സിങ് അല്ലെങ്കിൽ ഫോർജിങ്ങിലേക്ക് പോകാം. ദാറ്റ്സ് പ്രോസസ്സിങ്. ദെൻ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫൈനൽ ഗുഡ്. അത് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഡെൻസിറ്റി, പോറോസിറ്റി, ഡക്റ്റിലിറ്റി, സ്ട്രെങ്ത്, കണ്ടക്ടിവിറ്റി ആൻഡ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അത്. നമുക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് നമ്മളുടെ പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. പിന്നെ മെറ്റൽ പ്രൊഡക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ സ്റ്റേജ് മെറ്റൽ പ്രൊഡക്ഷനാണ്. മെറ്റൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉള്ളത്. ഒന്ന് മെക്കാനിക്കൽ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫിസിക്കൽ മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡ്സിൽ നമുക്ക് മെക്കാനിക്കൽ ഓപ്പറേഷൻസ് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മില്ലിങ് ഉപയോഗിക്കാം, മെഷീനിങ് ഉപയോഗിക്കാം, സ്ലോട്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ചെയ്യാം. എങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പൗഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ, ഓട്ടോമൈസേഷൻ,
അതിനകത്ത് തന്നെ ഓട്ടോമൈസേഷനിൽ പല വിധത്തിൽ ഓട്ടോമൈസേഷൻ ഉണ്ട്. വാട്ടർ, ഗ്യാസ്, വാക്വം, സെൻട്രിഫ്യൂഗൽ, റൊട്ടേറ്റിംഗ് ഡിസ്ക്, അൾട്രാസോണിക്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ രണ്ടാമത്തെ ഫിസിക്കൽ മെത്തേഡ്സ് ആണ്. കാരണം മെക്കാനിക്കൽ മെത്തേഡ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്കറിയാം. മില്ലിങ് എന്താണെന്നറിയാം, മെഷീനിങ് എന്താണെന്നറിയാം. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിൽ നമ്മൾ പൗഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെക്കാനിക്കൽ മെത്തേഡ്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജോ ക്രഷേഴ്സ്, ഇത് 2 ജോസ് ആണ്, മെക്കാനിക്കൽ ജോസ് ആണ്. അത് ഉപയോഗിച്ച് പൊടിച്ചെടുക്കുന്നതാണ് ജോ ക്രഷർ. 2 സൈഡിലേക്കൂടി ഇതേപോലെ ചെയ്തിട്ട് നടുക്കത്തെ റോട്ടർ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ക്രഷിങ് സംഭവിക്കും. അതാണ് ഗൈറേറ്ററി ക്രഷർ. പിന്നെ 2 റോളേഴ്സിൻ്റെ ഇടയിലേക്കൂടി നമ്മളുടെ മെറ്റൽസ് കടത്തി വിട്ട് പൗഡേഴ്സ് ഉണ്ടാക്കുന്നതാണ് റോൾ ക്രഷർ. ഓൾസോ യു ക്യാൻ സീ ബോൾ മില്ലിംഗ്, ദെൻ വൈബ്രേറ്ററി ബോൾ മില്ലിംഗ്, ആർട്ടിറ്റോർ, റോഡ് മില്ലിംഗ്, ഹാമർ മില്ലർ ആൻഡ് പ്ലാനറ്ററി മില്ലിംഗ്. ഇതെല്ലാം തന്നെ പല വിധത്തിലുള്ള ടെക്നോളജീസാണ്. ഈ ടെക്നോളജീസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് പൗഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ രണ്ടാമത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ഫിസിക്കൽ മെത്തേഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം വരുന്നതാണ് ഇലക്ട്രോലിറ്റിക് ഡിപ്പോസിഷൻ. അഥവാ നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റൽസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മെറ്റൽ പൗഡർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിന് പറയുന്നത് പേരാണ് ഇലക്ട്രോലിറ്റിക് ഡിപ്പോസിഷൻ. ദിസ് മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് കോപ്പർ, അയൺ പൗഡേഴ്സ്. ആൻഡ് ഇത് കൂടാണ്ട് തന്നെ പലതിനും യൂസ് ചെയ്യാം. അന്നേരം എങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആനോഡിലാണെങ്കിൽ കോപ്പർ പ്ലസ് ഇലക്ട്രോൺ വരും, കാഥോഡിലാണെങ്കിൽ കോപ്പർ മാത്രമായിട്ട് വരും. അഥവാ ഈ ഇലക്ട്രോൺ കൂടി സ്വീകരിച്ചിട്ട് കോപ്പറായി മാറും. ഇതാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലിറ്റിക് ഡിപ്പോസിഷൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മളുടെ സാധാരണ ഒരു ബാറ്ററി പോലെ, സെല്ല് പോലെ ആയിരിക്കും ഇത്. ആനോഡിൽ നിന്ന് കോപ്പർ അയോൺ എമിറ്റ് ചെയ്തിട്ട് അത് ഇലക്ട്രോണുമായിട്ട് കൂടിച്ചേർന്ന് കാഥോഡിൽ പോയി കോപ്പറായിട്ട് റിട്ടേൺ ആവും. ഇങ്ങനെ നമുക്ക് പൗഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ഡിപ്പോസിഷൻ മെത്തേഡും കൂടിയാണ്, ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ മെത്തേഡ്. പിന്നെ വരുന്നതാണ് അറ്റോമൈസേഷൻ. അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മോൾട്ടൺ മെറ്റൽ ഒരു ഒറിഫേസിൻ്റെ ചെറിയൊരു ഹോൾസിലേക്ക്, ഒറിഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, FM ലാബിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ഒറിഫേസ് മീറ്ററിൻ്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ ഒറിഫേസിൻ്റെ ഉള്ളിലേക്ക് കൂടി ചെറിയൊരു പ്രഷർ കൊടുത്ത് കടത്തി വിടുന്ന സമയത്തിൽ അതിൻ്റെ അകത്ത് നമുക്ക് പൗഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പല വിധത്തിലുള്ള സ്ട്രീംസ് നമുക്ക് ഉപയോഗിക്കാം. ഗ്യാസ്, വാട്ടർ, അൾട്രാസോണിക്, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ആ മെറ്റൽ സ്ട്രീമിൻ്റെ ആ ഫ്ലോ കൊണ്ട് നമുക്ക് ഇതിനെ പൗഡേഴ്സായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. മെറ്റൽസിന് ആ മെറ്റൽസ് നമുക്ക് കളക്ട് ചെയ്യാനും പറ്റും. And the collection volume is filled with gas to promote further turbulence of the molten metal jet. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മോൾട്ടൺ മെറ്റൽ ഉണ്ട്, അതേസമയം ഇവിടെ തന്നെ ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. കാരണം ഈ മോൾട്ടൺ മെറ്റൽ ഇതേ സ്റ്റേജിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഹീറ്റിംഗ് കോയിലുള്ളത്. അതതിന് ശേഷം ഒരു ക്രഷ് ചെയ്യുകയാണ്, അതിനുശേഷം ഗ്യാസിലേക്ക് കൂടി കടന്നു പോവുകയാണ്. അത് പല സ്റ്റേജിലേക്ക് കൂടി കഴിഞ്ഞ് അവസാനം മെറ്റൽ പൗഡേഴ്സായി താഴെ നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്റ്റേജിലും മെറ്റൽസിന് വരുന്ന ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ആൻഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റൽ പൗഡർ പ്രൊഡക്ഷൻ ടെക്നിക്കാണ് അറ്റോമൈസേഷൻ. നമുക്ക് ഓരോന്നായിട്ട് പറയാം. വാട്ടർ അറ്റോമൈസേഷൻ, ഈ കേസിലാണെങ്കിൽ ഹൈ പ്രഷർ വാട്ടർ ജെറ്റ് ആർ യൂസ് ടു ബ്രിങ് ഔട്ട് ദ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് മോൾട്ടൺ മെറ്റൽ സ്ട്രീം. നമ്മൾ മോൾട്ടൺ മെറ്റൽ സ്ട്രീമിൻ്റെ അകത്ത് ഡിസ്ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ അറ്റോമൈസേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കണ്ടീഷനാണ്, വാട്ടറാണ്. രണ്ടാമത്തേനകത്ത് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുക ഏതെങ്കിലും ഗ്യാസാണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസാണ് ആർഗൺ, നൈട്രജൻ, ഹീലിയം. ഇത് മോൾട്ടൺ മെറ്റലിൻ്റെ അകത്ത് സ്പ്രേ ചെയ്തിട്ട് അഥവാ കടത്തി വിട്ടിട്ട് നമ്മളുടെ മോൾട്ടൺ മെറ്റലിനെ ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ആൻഡ് കളക്റ്റഡ് ആസ് അറ്റോമൈസ്ഡ് പൗഡർ ഇൻ വാട്ടർ ബാത്ത്. അത് നേരെ കളക്ട് ചെയ്യുന്നത് ഒരു വാട്ടർ ബാത്തിലേക്കായിരിക്കും. അതേപോലെ മൂന്നാമത്തെയാണ് വാക്വം അറ്റോമൈസേഷൻ. ആൻഡ് ഇൻ ദിസ് മെത്തേഡ് when molten metal super saturated with gas under pressure is suddenly exposed into vacuum. നമ്മൾ മോൾട്ടൺ മെറ്റല് നല്ല പ്രഷറിലാക്കിയിട്ട് അത് പെട്ടെന്ന് വാക്വത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഡിസ്ഇൻറ്റഗ്രേഷൻ സംഭവിക്കും. അത് കാരണം നമ്മളെ മെറ്റൽ സ്ട്രീമിൻ്റെ അകത്ത് ഓട്ടോമൈസേഷൻ സംഭവിക്കും, മെറ്റൽ പൗഡേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് വാക്വം ഓട്ടോമൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു വാട്ടർ ഓട്ടോമൈസേഷൻ്റെ
ഒരു ഫിഗർ കാണാം. നേരത്തെ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോൾട്ടൺ മെറ്റലിൻ്റെ സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിൽ മോൾട്ടൺ മെറ്റൽ ഉണ്ട്, അതിൻ്റെ അത് ഹീറ്റിംഗ് കോയിൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എപ്പോഴും മോൾട്ടൺ മെറ്റലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് താഴോട്ടേക്ക് വരുന്ന സമയത്ത് 2 നോസിലേക്ക് വാട്ടർ ജെറ്റ് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വാട്ടറും ഇവിടുത്തെ മോൾട്ടൺ മെറ്റലും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഡിസിൻറ്റഗ്രേഷനും സംഭവിക്കും. ഓട്ടോമാറ്റിക്കലി പൗഡർ പാർട്ടിക്കിൾസ് ആയിട്ട് ഈ മോൾട്ടൺ മെറ്റൽ താഴെ കളക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് നമ്മളുടെ പൗഡർ വാട്ടർ അറ്റോമൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. വേറൊന്നുമില്ല, മുകളിൽ നിന്ന് മോൾട്ടൺ മെറ്റൽ താഴോട്ടേക്ക് വരുന്നു, 2 സൈഡിലേക്കൂടി വാട്ടർ ജെറ്റ്സ് അതിൻ്റെ മുകളിലേക്ക് അടിച്ച് കയറ്റുമ്പോൾ അത് തമ്മിലുള്ള കോണ്ടാക്റ്റ് കാരണം ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നു. കാരണം വാട്ടർ ജെറ്റ് അറ്റ് വെരി ഹൈ പ്രഷർ. അതിന് ശേഷം നമുക്കിതിനെ വീണ്ടും ഫിൽട്രേഷൻ ആൻഡ് ഡ്രൈയിങ് പ്രോസസ്സിലേക്ക് കടത്തി വിടാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ പലവിധ ഷേപ്പുകളിലുള്ള പൗഡേഴ്സ് കാണാൻ പറ്റും. അത് തന്നെ നമുക്ക് 3 തരത്തിൽ തരംതിരിക്കാം: 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ. അതിൻ്റെ ഓരോ പേരും നോക്കുക, ഏകദേശം ഷേപ്പും നോക്കുക. ഇത് ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് പൗഡേഴ്സ് ചോദിക്കാം. അതുകൊണ്ട് ഒന്ന് ശരിക്കും എല്ലാ വാക്കുകളും പഠിച്ചു വെക്കുക. ഏതൊക്കെയുണ്ട്, 1 ഡയമെൻഷനിൽ ഏതൊക്കെയാണ്, 2 ഡയമെൻഷനിൽ ഏതൊക്കെയാണ്, 3 ഡയമെൻഷനിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ കാർബോണൈൽസ് മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലിൻ്റെയും അയേണിൻ്റെയും ഹൈ പ്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. നമ്മളുടെ എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഈ നോട്ട് ശരിക്കും നോക്കുക. ഗൂഗിളിൽ കിട്ടൽ കുറച്ച് അവൈലബിലിറ്റി കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. നിക്കലിൻ്റെയും അയേണിൻ്റെയും ഹൈ ക്വാളിറ്റി പൗഡേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കലാണ് കാർബോണൈൽ മെത്തേഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് ഡീകമ്പോസിഷൻ മെത്തേഡ്. ഇതിൻ്റെ അകത്ത് മെറ്റൽ കാർബോണൈൽസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയേണിൻ്റെയോ നിക്കലിൻ്റെയോ ഓർ എടുത്തിട്ട് കാർബൺ മോണോക്സൈഡുമായിട്ട് മിക്സ് ചെയ്യും. ആ റിയാക്ഷൻ കാരണം, കെമിക്കൽ റിയാക്ഷൻ കാരണം അയേണും നിക്കലും പ്യുവർ ഫോമിൽ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് താഴെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എത്ര ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ അകത്ത് നിക്കലിൻ്റെയും അയേണിൻ്റെയും ആണെന്നുള്ളത് നല്ല രീതിയിൽ ഓർത്ത് നോക്കുക. ഇനി അടുത്തത് വരുന്നത് പൗഡേഴ്സായി മെക്കാനിക്കൽ മെത്തേഡോ അല്ലെങ്കിൽ ഫിസിക്കൽ മെത്തേഡോ ഉപയോഗിച്ച് നമ്മൾ പൗഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. പൗഡേഴ്സിൻ്റെ അകത്ത് എന്തായാലും പല വിധത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ യൂണിഫോം മിക്സിങ്ങും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ മിക്സിങ്ങിലാണ് ഉള്ളതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. യൂണിഫോം മിക്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും, ഇതുപോലെ ഉണ്ടാവുക. അഥവാ എല്ലാം ഓരോന്നും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് മെറ്റൽ, സെക്കൻഡ് മെറ്റൽ, ഫസ്റ്റ് മെറ്റൽ, സെക്കൻഡ് മെറ്റൽ, അങ്ങനെ ഒരു ഓർഡർലി ആയിരിക്കും യൂണിഫോം മിക്സിങ്ങിൽ ഉണ്ടാവുക. അതേസമയം റാൻഡം മിക്സിങ്ങിൽ ഒരു ഓർഡറും ഉണ്ടാവില്ല, മെറ്റൽസ് പല സ്ഥലത്തായിട്ടായിരിക്കും മിക്സ് ആയിട്ടുണ്ടാവുക. ഇനി തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഓർഡർലിയാണ്. ആക്ച്വലി മോൾ ഭാഗം താഴെയുള്ളതെല്ലാം ഓർഡർലിയാണ്, പക്ഷേ അത് തമ്മിൽ ഒരു ലെയർ പോലെ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെറ്റലും തമ്മിൽ ഡയറക്റ്റ് മിക്സിംഗ് ഒന്നും ആ മെറ്റലിൽ കാണാൻ പറ്റില്ല. ഇതിനാണ് അൺമിക്സ്ഡ് എന്ന് പറയുന്നത്. ആ മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അഥവാ പൗഡർ മെറ്റലർജി പ്രോസസ്സിലെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ വേണം. മിക്സിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലെൻഡിങ് ചെയ്യുന്നതാണ് അടുത്ത ടെക്നിക്ക് വരിക. പിന്നെ കോമ്പാക്റ്റിംഗ്, പിന്നെ സിൻറ്ററിങ്. അതിൻ്റെ റഫ് സ്കെച്ചുകൾ വരുന്നുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പഠിക്കും. ബ്ലെൻഡിങ് എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. ടു മേക്ക് ഹോമോജീനിയസ് മാസ് വിത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ സൈസ് ആൻഡ് കോമ്പോസിഷൻ. ബ്ലെൻഡിങ്ങിൽ പൊതുവേ സെയിം മെറ്റൽസാണ് ഉപയോഗിക്കുക. ഇപ്പോൾ നിക്കലാണെങ്കിൽ നിക്കൽ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ നിക്കലിൻ്റെ പല സൈസിലും ഷേപ്പിലും ഉള്ള നിക്കൽ പൗഡേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ മിക്സിംഗ് എന്ന് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിക്കലും കാർബണും ഉണ്ടെങ്കിൽ ആ നിക്കലും കാർബണും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അഥവാ 2 കമ്പോണൻറ്റും ഈക്വലായിട്ട് ഉണ്ടാകും. നേരത്തെ അതിനകത്ത് യൂണിഫോം മിക്സിംഗ് എല്ലാം പറയുന്നത് 2 മെറ്റൽസാണ്. അതുപോലെ അതിൻ്റെ അകത്ത് നമുക്ക് ബ്ലെൻഡിങ് പ്രോസസ്സ് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് നമ്മൾ പറയുന്നത് സിലിണ്ട്രിക്കൽ ഒരു ബ്ലെൻഡിങ് മെഷീനാണ്. സെക്കൻഡ് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ക്യൂബ് മെഷീനാണ്. അതും അല്ലെങ്കിൽ മൂന്നാമത്തത് ഡബിൾ കോൺ എന്ന് പറയുന്നതാണ്. ഇത് ട്വിൻ ഷെല്ലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അതേ ഷേപ്പാണ് ഇപ്പോഴത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ട്വിൻ ഷെൽ
മെത്തേഡ് എന്ന് പറയും. ഇതിനകത്ത് ഈ ഡബിൾ കോണിൻ്റെ ഒരു ഫിഗറാണ്, മെക്യുമെൻ്റെ ഫിഗറാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിനകത്ത് രണ്ട് മെറ്റലും കൂടി മിക്സാക്കി ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ രണ്ട് മെറ്റൽസും കൂടി മിക്സായി കിട്ടും. പൗഡേഴ്സ് രണ്ടിൻ്റെയും ഒരു മാക്സിമം ഒപ്റ്റിമം മിക്സിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കോമ്പാക്ഷനാണ്. കോമ്പാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സ് ചെയ്ത മെറ്റൽസ് നമ്മൾ ഒരു ഡൈൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് ആ മെറ്റൽ പൗഡേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഡൈ ആയാലും മുകളിലെ രണ്ട് സൈഡിൽ നിന്നും നമ്മളിതിനെ പ്രഷർ ചെയ്യും. പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ മെറ്റൽ പൗഡേഴ്സ് എല്ലാം തന്നെ വളരെ അടുത്തേക്ക് വരും, വളരെ കോമ്പാക്റ്റ് ആവും. അതിൻ്റെ തമ്മിൽ ഗ്യാപ്സ് ഉണ്ടായിരുന്നതെല്ലാം കുറഞ്ഞ് അവസാനം ഗ്യാപ്പ് ഇല്ലാണ്ടാവും. ഇതാണ് കോമ്പാക്ഷൻ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ഷൻ സിലിണ്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്താണെങ്കിൽ നമുക്ക് ആദ്യം മുകളിലൊരു പഞ്ച് ഉണ്ടാവും, താഴെ ഒരു ഡൈ ഉണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ മെറ്റൽ പൗഡേഴ്സ് നിറച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും പ്രഷർ ചെയ്ത് കോമ്പാക്റ്റിംഗ് കഴിഞ്ഞു. കോമ്പാക്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈ മുകളിലോട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് ഈ കോമ്പാക്റ്റ് ചെയ്ത മെറ്റൽ പൗഡറിൻ്റെ ഒരു ഫോം മുകളിലോട്ടേക്ക് പൊന്തി വരും. അത് നമുക്ക് പുറത്തേക്ക് തള്ളിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ അകത്താണ് ഇനി നമ്മൾ ഫർദർ വർക്കെല്ലാം തന്നെ ചെയ്യാൻ പോകുന്നത്. കോമ്പാക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. അഥവാ മെറ്റാലിക് പാർട്ടിക്കിളിൻ്റെ സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും കൂട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ അതിൻ്റെ അകത്ത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് സിൻറ്ററിങ്. ആൻഡ് സാധാരണ ഇതിൻ്റെ മെറ്റൽസിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ അറൗണ്ട് 70 to 80% ചൂടിൽ ഇതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് നോർമലി ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് കാരണം ഉണ്ടായിട്ടുള്ള Jayal agreed among research that the primary dividing force for sintering is reduction of surface energy എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പാർട്ട് ഷ്രിങ്കേജ് എന്നുള്ളത് നമുക്ക് ഈ സിൻറ്ററിങ്ങിൽ ഒഴിവാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് പോർ സൈസ് റിഡക്ഷൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. സിൻറ്ററിങ് എന്നുള്ളത് ജസ്റ്റ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അത് അറൗണ്ട് 70 to 90 അതിന് നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ടു 80% എന്ന് പറയാം. കാരണം 70 to 90 ഒരു മിഡിൽ വാല്യൂ ദാറ്റ്സ് ഹീറ്റ് അപ്പ് ടു മെൽറ്റിംഗ് ടെമ്പറേച്ചർ വരെ ചെയ്യുന്നു. അതിനുശേഷം ട്രാൻസ്ഫോം കോമ്പാക്റ്റഡ് മെക്കാനിക്കൽ ബോണ്ട് ടു മച്ച് സ്ട്രോങ്ങർ മെറ്റൽ ബോണ്ട്. നേരത്തെ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പ്രഷർ കാരണം ഉണ്ടായ ബോണ്ടാണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു മോൾട്ടൺ സ്റ്റേജ് വരെ എത്തുന്നുണ്ട്. അറൗണ്ട് 80% ഓഫ് മോൾട്ടൺ സ്റ്റേജിൽ എത്തുമ്പം അതിൻ്റെ അകത്തൊരു മെറ്റാലിക് ബോണ്ട് തന്നെ ക്രിയേറ്റ് ആവും മെറ്റൽസ് തമ്മിൽ. ആൻഡ് ഇതിനെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിൻറ്ററിങ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർഫസ് എല്ലാം വളരെ റഫായിരിക്കും ആക്ച്വലി. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അഡീഷണൽ ഫിനിഷിംഗ് പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. നമുക്കിപ്പോൾ പല വിധത്തിലുള്ള സിൻറ്ററിങ് സീക്വൻസിൻ്റെ ഫിഗേഴ്സ് കാണാൻ പറ്റും. ഗ്രീൻ കോമ്പാക്റ്റ് കാണാൻ പറ്റും. അഥവാ പാർട്ടിക്കിൾ ബോണ്ടിങ് ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ് കോണ്ടാക്ട് പോയിൻറ്റ്. ഈ കോണ്ടാക്ട് പോയിൻറ്റിൽ മാത്രമേ ഇത് തമ്മിൽ ഒരു ഇത് വരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് സ്റ്റേജാണ്. കുറച്ചും കൂടി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഇത് തമ്മിലുള്ള ലിങ്ക് കുറച്ചും കൂടി ഉണ്ടാവും. ജോയിൻസ് നെക്ക് ഫോം ചെയ്യും. പിന്നെ ആ പോർ സൈസ് റെഡ്യൂസ് ചെയ്യും. ഇവിടെയുള്ള ഈ ഗ്യാപ്പ് എല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യുന്ന വിധത്തിൽ കുറച്ചും കൂടി ഇതിൻ്റെ ബോണ്ട് കൂടി വരും. ഫുള്ളി സിൻറ്റേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വളരെ മിനിമൈസ്ഡ് സ്റ്റേജ് ആയിരിക്കും. ചിലപ്പോൾ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല. ഇതാണ് സിൻറ്ററിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി പൗഡർ മെറ്റലർജിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ്. വെർച്വലി അൺലിമിറ്റഡ് ചോയ്സ് ഓഫ് അലോയി, കോമ്പോസിറ്റ് ആൻഡ് അസോസിയേറ്റഡ് പ്രോപ്പർട്ടീസ്. നമുക്ക് മെറ്റൽസിൽ ഏതൊക്കെ വേണം എന്നുള്ളതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആർ പോപ്പുലർ ബൈ ദിസ് പ്രോസസ്. അഥവാ നമ്മളെ റിഫ്രാക്ടറി അഥവാ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിഫ്രാക്ടറി മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് വെരി എക്കണോമിക്കൽ അറ്റ് ലാർജ് റൺ സൈസ്. വലിയൊരു പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള മെത്തേഡ് പൗഡർ മെറ്റലർജി ആയിരിക്കും. അതുപോലെ കുറേ കാലത്തെ ഡ്യൂറബിലിറ്റി റിലയബിലിറ്റിയും എല്ലാം ഇതിനുണ്ടാവും. പിന്നെ ഡയമെൻഷൻസും ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ എത്രയാണോ ആദ്യം ഡിസൈനിങ് സ്റ്റേജിൽ ഡിസൈഡ് ചെയ്യുന്നത് അതിനോട് ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂവിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആൻഡ് വൈഡ്
ലാറ്റിറ്റ്യൂഡ് ഓഫ് ഷേപ്പ് ആൻഡ് ഡിസൈൻ, അഥവാ നമ്മളുടെ ഷേപ്പൊക്കെ കറക്റ്റ് ഒപ്റ്റിമം ആയിരിക്കും. വെരി ഗുഡ് മെറ്റീരിയൽ യൂട്ടിലൈസേഷൻ, നമുക്ക് വേസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു മെഷീനിങ് പ്രോസസ്സ് ആണെങ്കിൽ കട്ടിങ്ങും റബ്ബിങ്ങെല്ലാം കാരണം കുറേ മെറ്റൽ വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പൗഡർ മെറ്റലർജിയിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു മെറ്റൽ വേസ്റ്റും ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിന് പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ടൂളിങ്ങിനായാലും എക്യുപ്മെൻറ്റിനായാലും വളരെ കോസ്റ്റാണ്. മെറ്റാലിക് പൗഡേഴ്സ് എക്സ്പെൻസീവാണ്. പൗഡേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നില്ല, മേടിക്കുവാണ്, പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവാണ്. പിന്നെ അതുപോലെ മെറ്റൽ പൗഡേഴ്സ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് മൈക്രോ പാർട്ടിക്കിൾസാണ്. ഇതൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകാനോ മിസ്സായി പോകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ ഡീഗ്രേഡേഷൻ, ഓവർ ടൈം, ഫയർ ഹസാർഡ്സ് വിത്ത് സർട്ടൻ മെറ്റൽ. ചില മെറ്റലുകളിൽ ഈ പ്രോബ്ലംസ് ഉണ്ടാകും, എല്ലാ മെറ്റൽസും അല്ല. അതുപോലെ തന്നെ നമ്മളുടെ ജോമെട്രി, ഇന്ന് പെർഫെക്റ്റ് ഷേപ്പിൽ ജോമെട്രി വേണം, കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലിമിറ്റേഷൻ തന്നെയാണ്. കാരണം പൗഡേഴ്സ് ഡൈയിലേക്ക് ഇതാക്കി അതിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടാക്കണമെങ്കിൽ മുകളിലും താഴെയുള്ള ഡൈയിൻ്റെ ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ, ഇപ്പം ഒരു ഫുൾ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ മെത്തേഡ് കുറച്ച് ടഫായിരിക്കും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, കുറച്ച് ടഫായിരിക്കും. പിന്നെ ഡെൻസിറ്റി വേരിയേഷൻ ഈ പാർട്സിൻ്റെ അകത്ത് പല ഭാഗത്തായിട്ടുണ്ടാകും. കാരണം മെറ്റൽ 1ഉം മെറ്റൽ 2ഉം കറക്റ്റായ രീതിയിൽ മിക്സ് ആയിട്ടില്ലെങ്കിൽ, ഒരു സൈഡിൽ മെറ്റൽ 1 മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റിയും ബാക്കിയുള്ള സ്ഥലത്തെ ഡെൻസിറ്റിയും തമ്മിൽ വളരെ വേരിയേഷൻ ഉണ്ടാവും. അത് ഇതിൻ്റെ ഒരു വലിയൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഇതുപയോഗിച്ചുണ്ടാക്കിയ പൗഡർ മെറ്റലർജി പാർട്സാണ് നമുക്കിപ്പോൾ ഫിഗേഴ്സിൽ കാണാനുള്ളത്. ഗിയേഴ്സ് ഉണ്ടാക്കാം, അങ്ങനെ പല പല ഷേപ്സ് ഉണ്ടാക്കാം, നമുക്ക് പലതും കാണാം. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഈ 2 കണക്റ്റിംഗ് റോഡ് ഞാൻ എടുക്കുകയാണ്. ഇത് നോർമൽ മെഷീനിങ് ഓപ്പറേഷനിൽ ഉണ്ടാക്കിയ ഫോർജ് ചെയ്തുണ്ടാക്കിയ ഒരു കണക്റ്റിംഗ് റോഡാണ്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് പൗഡർ മെറ്റലർജി ഉപയോഗിച്ചുണ്ടാക്കിയ കണക്റ്റിംഗ് റോഡാണ്. ഫിനിഷിങ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പൗഡർ മെറ്റലർജിയിൽ ഉണ്ടാക്കിയ കണക്റ്റിംഗ് റോഡ് വളരെ നല്ല ഒരു സ്മൂത്ത്നെസ് നമുക്ക് തരും. താങ്ക് യു.